ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തും ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനുമായ അഡ്വക്കേറ്റ് പി കെ പ്രസാദ്, ആദരണീയനായ സാനു മാസ്റ്റർ, ഇവിടെ ആദരമേറ്റുവാങ്ങിയ എൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്ത് പെരുമാൾ മുരുകൻ, ഡോക്ടർ മിനിപ്രിയ, ജോബി, ഇവിടെ കവിതകൾ ആരംഭിച്ച CB വേണുഗോപാൽ, കൃഷ്ണദാസ് സുഹൃത്തും മറ്റ് പ്രിയരെ, എസ് രമേശൻ സാറിനെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ വളരെ കുറച്ച് തവണകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ കവികൾക്കിടയിലുണ്ടാവുന്ന ഒരു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടാവുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ചില കവിതകൾ വരുമ്പോൾ അത് പ്രത്യേകിച്ച് ചില വിഷമമുള്ള കവിതകളാവും. എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും കവിത എന്ന് പറയുന്നത് മറ്റ് തരത്തിൽ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യാനുഭവത്തെ വാക്കുകളിലാക്കാനുള്ളൊരു ശ്രമമാണ് എപ്പോഴും കവിത എന്ന പേരിൽ ഞാൻ നടത്താറുള്ളത്. അപ്പോൾ അത്തരം കവിതകൾ പെട്ടെന്ന് ഒരുപക്ഷെ അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ചിലപ്പോൾ അത് കവിത എന്ന് പറയുന്നൊരു മാധ്യമത്തിൻ്റെ സ്വഭാവം തന്നെ അത് ഒറ്റ വായനയ്ക്ക് കിട്ടാനുള്ളതല്ല, മറിച്ച് അത് എഴുതുമ്പോൾ തന്നെ പല അടരുകളായിട്ടാണ് എഴുതുക. അപ്പോൾ അതുകൊണ്ട് ഒറ്റ അടര് മാത്രമുള്ള എഴുത്ത് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിരവധി അടരുകളുള്ളൊരു സാഹിത്യരൂപം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, അത് പൂർണ്ണമാവണമെങ്കിൽ അത്തരം ഒരു ആസ്വാദക വൃന്ദം വേണം താനും. അപ്പം അത്തരം കവിതകൾ എഴുതുന്ന ദിവസം എനിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിളി ഈ എസ് രമേശ സാറിൻ്റെ ആയിരുന്നു. അതിങ്ങനെ വിളിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഓരോ അടരുകൾ അടർത്തി പറയുക എന്ന് പറയുന്നത് എനിക്ക് കേട്ട് നിൽക്കുന്ന എനിക്കും സന്തോഷമായിരുന്നു. മറിച്ച് തിരിച്ച് കവിതയെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നതും വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ പോലും ഒരു വലിയ നീളമില്ലാത്ത ഇടവേളകളിൽ ഇത്തരം നീണ്ട സംഭാഷണങ്ങൾ ഉണ്ടാവുമായിരുന്നു. എന്നോട് അവസാനം സംസാരിച്ചത് ഈ സമൂഹിൻ്റെ ഈ പ്രസാധക സംരംഭത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ദീർഘമായിട്ട് തന്നെ ഒരു ദിവസം സംസാരിച്ചു. അതിനുശേഷം അതിൽ എൻ്റെയൊക്കെ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു. വളരെ പൊടുന്നനെയാണ് ഈ വിയോഗ വാർത്ത ഞാൻ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയുടെ ഭാഗമായി ഇവിടെ നടത്തുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് ചെറുതല്ലാത്ത അഭിമാനമുണ്ട്. അതിനെന്നെ പ്രാപ്തനാക്കിയ ഈ സമൂഹിൻ്റെ പ്രവർത്തകരോട് ഞാൻ എൻ്റെ നന്ദി ആദ്യം രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഇൻ ഡിഫൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ പേര്. ആ പരമ്പര ആരംഭിക്കാൻ പറ്റിയ ഒരാളാണ് അവിടെ ഇരിക്കുന്നത്, പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഈ മനുഷ്യന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിരവധി പുരസ്കാരങ്ങളുടെയും നിരവധി തരത്തിലുള്ള അംഗീകാരങ്ങളുടെയും ഒക്കെ പേരിലാണ് നമ്മളിപ്പം വിലമതിക്കുന്നതെങ്കിലും അദ്ദേഹം കടന്നുപോയ ഒരു കാലമുണ്ട്. ആ കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് ഇരുണ്ട ഒരു കാലമായിരുന്നു. പക്ഷെ ആ ഇരുണ്ട കാലമാണ്, അല്ലെങ്കിൽ അതിന് അദ്ദേഹം നേരിട്ടത് കൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇവിടെ ഒന്ന് സംസാരിക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ എഴുത്ത് നിലനിൽക്കുന്നത് രണ്ട് കോടതി വിധിയുടെ ബലത്തിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന കാലത്ത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ ഇരുൾമൂടിയ ജനാധിപത്യം എന്ന് വിളിക്കുന്ന ഈ കാലത്ത് അത് എഴുത്ത് എന്ന് പറയുന്നൊരാശയം തന്നെ ചവിട്ടി മെതിച്ചു പോയേനെ. രണ്ട് കോടതി വിധികളുടെ ബലത്തിലാണ്. ഒന്നാമത്തെ വിധി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മാധുരഭാഗൻ പ്രശ്നത്തിൽ ചെന്നൈ ഹൈക്കോർട്ടിലെ സഞ്ജയ് കിഷൻ കൗളും പുഷ്പ സത്യനാരായണയും ചേർന്ന് പുറപ്പെടുവിച്ച ഒരു വിധി. രണ്ടാമത്തെ വിധി എസ് ഹരീഷ് സുപ്രീം കോടതിയിൽ ചെന്ന് സമ്പാദിച്ച വിധി, DY ചന്ദ്രചൂഡിൻ്റെ വിധി. ഈ രണ്ട് വിധി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതില്ല.
ഈ പെരുമാൾ മുരുകൻ കേസിൽ നമ്മളിത് ഈ വിഷയത്തിലേക്ക് കടക്കാൻ വളരെ അനുയോജ്യമായ ഒരു സംഗതിയാണിത്. പെരുമാൾ മുരുകൻ്റെ മാധുർഭാഗൻ നമ്മളെല്ലാവരും വായിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ മാധുർഭാഗൻ ആദ്യം തമിഴിൽ വരുന്നു, തമിഴിൽ എഴുതുന്നു. അപ്പോൾ അദ്ദേഹം കൊങ്ങുനാടാണ്. ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലാവും, തമിഴ്നാട് കുറച്ചുകൂടി വലിയ സംസ്ഥാനമായതുകൊണ്ട് അതിനെ പല പ്രവിശ്യകളായിട്ട് തിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ടും ഭാഷാ വൈവിധ്യങ്ങൾ കൊണ്ടും അങ്ങനെ പല പ്രവിശ്യകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രവിശ്യയാണ് ഈ കൊങ്ങുനാട് എന്ന് പറയുന്ന ഒരു ഭാഗം. നമ്മളിപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു വലിയ പ്രവിശ്യയാണ് ഈ കൊങ്ങുനാട്. ഈ കൊങ്ങുനാടിലെ കഥകളാണ് പെരുമാൾ മുരുകൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാവനയുടെ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. ഭാവനയുടെ ഒരു സംഭരണി എന്ന് പറയുന്നത് ഈ കൊങ്ങുനാടിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മാധുർഭാഗൻ എഴുതുമ്പോൾ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന അദ്ദേഹം താമസിക്കുന്ന അതേ പട്ടണത്തിൻ്റെ പേര് തന്നെയാണ് അതിലുപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിപ്പം മാർക്കസിനെ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ വില്യം ഫോക്നറെ പറ്റിയൊക്കെ പറയുമ്പോഴോ ഈ പുതിയ ഇമാജിൻഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭാവനാത്മകമായ ദേശങ്ങളായിട്ടാണ് പലപ്പോഴും അവർ എഴുത്തിൽ കൊണ്ടുവരും, സ്വന്തം ദേശത്തെ കൊണ്ടുവരും. പെരുമാൾ മുരുകൻ അങ്ങനെയല്ല ചെയ്തത്. തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്വന്തം ദേശപ്പേര് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ മാധുർഭാഗൻ പുറത്തു വരുന്നു. മാധുർഭാഗൻ പുറത്തു വരുമ്പോൾ 2010 മറ്റോ ആണ് പുറത്തു വരുന്നത്. പുറത്തു വരുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വായിക്കുന്നു. തമിഴിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലുകളിൽ ഒന്നാണ് ഈ മാധുർഭാഗൻ. ധാരാളം ആൾക്കാർ വായിക്കുന്നു. പലതരത്തിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നു. നാട്ടുകാർ കൊടുക്കുന്നു, തമിഴ്നാട്ടിലെ വിവിധ സംഘടനകൾ കൊടുക്കുന്നു. ഒരു പ്രശ്നവുമില്ല. 2013 ഇതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ വരുന്നു. 1 പാർട്ട് വുമൺ എന്നുള്ള പേരിൽ ഈ പറയുന്ന അനിരുദ്ധ് വാസുദേവ് തന്നെയാണ് അത് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഈ 1 പാർട്ട് വുമൺ വരുന്നു. ഈ 1 പാർട്ട് വുമൺ വരുന്നതോടെ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് RSS അതിനെതിരെ വലിയ നിലപാടെടുത്ത് രംഗത്ത് വരികയാണ്. RSSൻ്റെ ഒപ്പം അവിടുത്തെ മറ്റ് ജാതി സമുദായ സംഘടനകളും കൂടിച്ചേരുകയാണ്. കൂടിച്ചേർന്നിട്ട് ഇവർ ഈ പ്രശ്നം കത്തിക്കാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ തിരുച്ചെന്തൂരിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ അപമാനിക്കുന്ന നോവലാണ് മാധുർഭാഗൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ഫലിക്കുന്നില്ല. അതിന് ആദ്യഘട്ടത്തിലൊന്നും വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ എത്തുന്നില്ല. ഇവർ ചെയ്തത് ഈ നോവലിലെ പ്രമേയം നിങ്ങൾക്കറിയാം. 100-150 വർഷം മുമ്പത്തെ തിരുച്ചെന്തൂരിൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ 100-150 വർഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മിത്തിനെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ദമ്പതിമാർക്ക് മക്കളില്ലാതെ വരുമ്പോൾ ഈ സ്ത്രീ, തിരുച്ചെന്തൂരിൽ പ്രത്യേക ഒരു ഉത്സവ ദിവസം ആ ഒരു സ്ത്രീക്ക്, മക്കളില്ലാത്ത ആളുകൾക്ക്, 100-150 വർഷം മുമ്പത്തെ കഥയാണ്, മക്കളില്ലാത്ത ആളുകൾക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുത്തിട്ട് അവരുമായിട്ടൊരു ദിവസം കഴിയാം. അത് അവിടെ സാമുദായികമായി അനുവദനീയമായിട്ടുള്ള ഒരു റിച്വലാണ്, ഒരു അനുഷ്ഠാനമാണ്. അങ്ങനെ കഴിയുന്ന വഴി ഗർഭം ധരിച്ച് കുട്ടി ഉണ്ടാകുമ്പോൾ അവർ വളർത്തുന്നു. ഈ ഐതിഹ്യത്തെ അതിലുപയോഗിച്ചിട്ടുണ്ട്. ഇവർ ചെയ്തത് ഈ പേജുകൾ മാത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. RSSും ഈ പറയുന്ന കൂടെ നിന്ന സമുദായ സംഘടനകളും ഈ പേജുകൾ മാത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഈ തിരുച്ചെന്തൂർ പോയവർക്കറിയാം, ഈ ക്ഷേത്രത്തിന് ചുറ്റും, വലിയ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണത്, ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കല്യാണ മണ്ഡപങ്ങളിൽ കല്യാണങ്ങൾ ധാരാളം നടക്കുന്ന ഒരു സമയത്ത് എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും വിതരണം ചെയ്യാണ് ഈ പേജുകൾ മാത്രം. ഇത് 100 വർഷം മുമ്പുള്ള കഥയാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ചരിത്രത്തെ അവലംബിച്ചാണ് ഈ നോവൽ എന്ന് പറയുന്നില്ല. മറിച്ച് ഇപ്പോൾ നടന്ന പോലെ, ഇപ്പോൾ സംഭവിച്ച പോലെ ഉള്ള ഒരു പ്രതീതി ജനിപ്പിച്ച് ഇതിങ്ങനെ വിതരണം ചെയ്തിട്ട് പറയുന്നു, ഈ തിരുച്ചെന്തൂരിലെ സ്ത്രീകളെ അപമാനിക്കാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് ഇയാൾ ജനശത്രുവാണെന്ന് പ്രചരിപ്പിക്കുകയാണ്.
ഈ പാവം സ്ത്രീകൾ നോവലും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോവൽ വായനക്കാരും ഒന്നും അല്ലാത്ത സാധാരണ മനുഷ്യർ ഇത് വായിക്കുന്നു. ഇത് എൻ്റെ കുലത്തെ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്നാണ് അവർ വിചാരിക്കുന്നത്. എൻ്റെ നാടിനെ, എൻ്റെ സ്ത്രീത്വത്തെ, എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഗതിയാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് അവർ മുഴുവൻ ഈ പ്രചരണത്തിൽ പങ്കുചേരുകയാണ്. അവിടെ ബന്ദ് നടത്തുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നതാണ് ഒരർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ദൗത്യം. അതിൻ്റെ സൈദ്ധാന്തിക ദൗത്യമൊക്കെ വേറെ ആണെങ്കിലും നിത്യജീവിതത്തിൽ അത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. ഇപ്പോൾ രമേശ് സാറ് 13-ാം തീയതി അല്ലേ മരിച്ചത്? ഈ ജനുവരി 16 മറ്റൊരു കവി, മലയാളത്തിൻ്റെ ഒരു വലിയ കവി ആറ്റിൽ മുങ്ങി മരിച്ച ദിവസമാണ്. കുമാരനാശാൻ്റെ 100ാം ചരമദിനാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കുമാരനാശാൻ്റെ എല്ലാ കൃതികളും ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യണ്ടായി. കാരണം എല്ലാം 100ാം വർഷം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഓരോ കൊല്ലം ഇടവിട്ട് പോകുമ്പോൾ. പ്രധാനപ്പെട്ട കൃതികളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ചിന്താവിഷ്ടയായ സീതയുടെ വലിയ ചർച്ച നടക്കുന്നുണ്ടായി. അപ്പോൾ ചിന്താവിഷ്ടയായ സീത അവസാന കാലത്ത് ഇങ്ങനെ വീണ്ടും അയോധ്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുന്ന മട്ടിലാണല്ലോ ആ കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ രാമനെ പറ്റി പറയുന്ന ഒരു 3-4 വരികളുണ്ട്. പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായി ഞങ്ങളതെൻ്റെ കുറ്റമോ എന്ന 4 വരിയിലാണ് ശരിക്കും പറഞ്ഞാൽ രാമനെ നേരിട്ട് ഒരു വിമർശനം വെക്കുന്നത്. ബാക്കിയൊക്കെ മറ്റൊരു തരത്തിലുള്ള വിമർശനങ്ങളാണ്. ഈ 4 വരിയിൽ രാമനെ പറ്റിയുള്ള ഒരു വലിയ വിമർശനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാലം കാട്ടിൽ താമസിക്കാനിടയായി, അതെൻ്റെ കുറ്റാണോ? അല്ലെങ്കിൽ എൻ്റെ ഉടലിനെ, എൻ്റെ സുന്ദരമായ ഉടലിനെ ഒരു രാക്ഷസ ചക്രവർത്തി മോഹിച്ചു, അത് ഞാൻ ചെയ്ത കുറ്റാണോ? ഈ ക്വസ്റ്റ്യനാണ്, ഈ 2 ചോദ്യങ്ങളാണ് മുന്നിൽ വയ്ക്കുന്നത്. ഈ 2 ചോദ്യം മുന്നിൽ വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സീതയ്ക്ക് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു ഈ ചോദ്യം ചോദിക്കാൻ. ഈ ചോദ്യം രാമനോട് തന്നെയാണ് ചോദിക്കാൻ പറ്റുന്നത്, അല്ലാതെ വേറൊരു ഏജൻസി ഇല്ല അവിടെ, ഇതിൻ്റെ ഇടയിൽ ഒരു ഏജൻസി ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചിന്താവിഷ്ടയായ സീതയിലോ അല്ലെങ്കിൽ അക്കാലത്ത് എല്ലാ സാഹിത്യ കൃതികളിലോ ഒരാൾ തെറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ ഒരാൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റായിരിക്കും, ചിലപ്പോൾ അയാൾ ഘടനയുടെ ഭാഗമായി, സാമൂഹ്യ ഘടനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന തെറ്റായിരിക്കും. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഈ നമുക്ക് തെറ്റ് അനുഭവിച്ച ആൾ, ഇത് മുഴുവൻ സഹിച്ച ആൾക്ക് ചോദിക്കാൻ അയാൾ തന്നെയുള്ളൂ, വേറൊരിടയില്ല, മൂന്നാമതൊരു ഏജൻസി ഇല്ല. ഈ മൂന്നാമതൊരു ഏജൻസി കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുന്നതോടെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനാധിപത്യമായ ഒരു പരികല്പന വരുന്നതോടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളോളം ബലമില്ലാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ നേരിടാൻ കരുത്തനല്ലാത്ത ആളാണെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഏജൻസി ഉണ്ട്. എൻ്റെ സ്റ്റേറ്റ് അത് തന്നിട്ടുണ്ട്, എൻ്റെ രാജ്യം എനിക്കത് തന്നിട്ടുണ്ട്, എൻ്റെ ലോകം അത് എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നീതി ഒരാളുടെയും ദാനമല്ല, അത് അടിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണെന്നുള്ളത് ഉറപ്പിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. ഇത് സീതയ്ക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ജീവിതാവസാനം വരെ കാത്തിരുന്നിട്ട് രാമനോട് തന്നെ, അല്ലെങ്കിൽ ചിന്തയുടെ രൂപത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതോടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം വരുന്നതോടെ ഈ പറയുന്ന ഒരു സംഗതിയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ദുർബലന് ഒരു ആശ്രയസ്ഥാനം വരുന്നുണ്ട്, നീതി കിട്ടാത്ത മനുഷ്യർക്ക് ഒരു ആശ്രയസ്ഥാനം വരുന്നുണ്ട്. അതുകൊണ്ട് പെരുമാൾ മുരുകൻ ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് നീതി കിട്ടണം, ഞാൻ ഈ കൃത്യമായിട്ടൊരു സാഹിത്യ കൃതിയാണ് എഴുതിയത്, ആ സാഹിത്യ കൃതി 100 കൊല്ലം മുമ്പുള്ള എൻ്റെ നാടിൻ്റെ കൃത്യസ്ഥിതി വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം. ഈ നീതി കിട്ടാൻ നമ്മൾ ആരെ സമീപിക്കുക? നമ്മൾ സ്റ്റേറ്റിൻ്റെ ഏജൻസിയുടെ അടുത്ത് പോയി. അവിടെയാണെങ്കിൽ RDO ആണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ പറയുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ നേരെ പെരുമാൾ മുരുകൻ RDOയുടെ അടുത്ത് പോവാണ്. RDOയുടെ അടുത്ത് പോകുമ്പോൾ ഈ പറയുന്ന തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസം കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്.
എന്നെ കുറ്റക്കാരനായിട്ടൊരു സമൂഹം വിധിക്കുകയാണ്, കല്ലെറിയാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഒപ്പം നിൽക്കേണ്ടത് എൻ്റെ സ്റ്റേറ്റാണ്. കാരണം എൻ്റെ സ്റ്റേറ്റ് എനിക്ക് ആ റൈറ്റ് തന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 19A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഈ 19A എന്ന് പറയുന്ന വകുപ്പ് സാഹിത്യകാരനും പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളതല്ല, ലോകത്തിലെല്ലാവർക്കും അല്ലെങ്കിൽ ഭാരതത്തിലെല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം തന്നെയാണ് സാഹിത്യകാരനും പത്രക്കാരനും എല്ലാവർക്കും ഉള്ളത്. ഈ വകുപ്പിൻ്റെ ബലത്തിലാണ് ഇദ്ദേഹം പോകുന്നത്. പക്ഷെ RDO എന്ത് ചെയ്തു? RDO ഇദ്ദേഹത്തിനോട് അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഖേദമൊക്കെ പ്രകടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ, ഞാൻ കാരണം നാട്ടിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലോ എൻ്റെ ഒരു ഭാവനയ്ക്ക് അപ്പുറമുള്ളൊരു സ്ഥലത്ത് നിന്ന് വലിയ കലാപം ഉണ്ടാകുന്നു. നമ്മുടെ നാടാണ്, സ്വന്തം നാടാണ്. സ്വന്തം നാട്ടിൽ കലാപം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ശരി തെറ്റ് അന്വേഷിക്കുന്നതിന് മുമ്പ് അതിൽ ഒരു ശമനം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇത് 100 വർഷം മുമ്പുള്ള കഥയാണ്, ഇത് എൻ്റെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ കഥയല്ല, എങ്കിൽ പോലും ഇത് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അടുത്ത പതിപ്പിറങ്ങുമ്പോൾ ഈ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന പേര് ഞാൻ മാറ്റാം, ഞാനൊരു ഭാവനാത്മക ദേശത്തിൻ്റെ പേരാക്കിയത് മാറ്റാം. ആ തരത്തിലൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, ഒരു റൈറ്റർക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് ഇത് നടക്കാതാവുമ്പോഴാണ് ഈ RDOൻ്റെ അടുത്തേക്ക് പോകുന്നത്. RDO പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് നീതി തരേണ്ട ഏജൻസി പറയുന്നത്, സ്റ്റേറ്റിൻ്റെ നമ്മളുടെ തോളിൽ കൈയിടുന്ന നീതിയുടെ അംശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മെ സംരക്ഷിക്കേണ്ട ഈ സ്റ്റേറ്റിൻ്റെ പ്രതിനിധി പറയുന്നത്, ഈ ഖേദപ്രകടനം എന്ന് പറയുന്നത് വെട്ടിയിട്ട് അൺകണ്ടീഷണൽ പാർഡൻ ആക്കി മാറ്റാനാണ്. ഞാൻ അൺകണ്ടീഷണലായിട്ട് മാപ്പ് ചോദിക്കുന്നു എന്നാക്കാൻ വേണ്ടി പറയാണ്. അതിലാണ് അദ്ദേഹം തകരുന്നത്. അതിന് ശേഷമാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. എന്ന് പറഞ്ഞാൽ, പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി, അദ്ദേഹം ഒരു ദൈവമല്ല, അദ്ദേഹത്തിന് ഇനി ഉയർത്തെഴുന്നേൽപ്പുമില്ല. അങ്ങനെ ഒരു എഴുത്തുകാരൻ അയാളുടെ ഏറ്റവും അവസാനത്തെ, അയാളുടെ അഭിമാനത്തിൻ്റെ ഈ സെൽഫ് പ്രൈഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഈ ആത്മാഭിമാനം ആര് തരുന്നതാ? മനുഷ്യത്വം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന ആശയം തരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഭരണകൂടം കൂടി തരുന്നതാണ്. നിങ്ങളുടെ പൗരത്വം നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ആത്മാഭിമാനമുണ്ട്. ഈ പ്രൈഡ് ചവിട്ടി മതിക്കാൻ പാടില്ല. അതാണ് ഈ പുതിയ തരത്തിലുള്ള ഈ അഭിമാനബോധം, സ്വാഭിമാന പ്രസ്ഥാനമൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ചരിത്രത്തിലൊക്കെ അതാണ്. പണത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അല്ലെങ്കിൽ ജീവിത രീതികൾ മാറുന്നതിൻ്റെ കാര്യം മാത്രമല്ല ചരിത്രത്തിലുള്ളത്, മറിച്ച് അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരാളുടെ അഭിമാനം ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നം ആയിത്തീരുന്നുണ്ട് പുതിയ ചരിത്ര രചനയിലൊക്കെ. അതാണ് ഒരു വലിയ അളവുകോൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, തകർന്നു പോയ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തകർന്നു പോയി എന്നാണ് അർത്ഥം. പണ്ട് മെഹ്മൂദ് ദാർവിഷ് എന്ന് പറയുന്ന, ഇപ്പോൾ ഗാസയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അവിടെ ചവിട്ടി കൂട്ടുമ്പോൾ അന്ന് ഇസ്രായേലിനോട് മെഹ്മൂദ് ദാർവിഷ് എന്ന് പറയുന്ന പാലസ്തീൻ കവി ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു രാജ്യം അതിൻ്റെ ഏറ്റവും നല്ല കവിതയേക്കാൾ വലുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ, ആ രാജ്യം ഉൽപ്പാദിപ്പിച്ച ഏറ്റവും നല്ല കവിത ഏതാണോ ആ കവിതയേക്കാൾ വലുതായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ പോട്ടെ അല്ലെങ്കിൽ ഇസ്രായേൽ ആകട്ടെ, അവിടുത്തെ ഏറ്റവും മോശം കവിതയേക്കാളും താഴ്ന്ന ഭരണകൂടങ്ങളാണ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പെരുമാൾ മുരുകൻ ഇങ്ങനെ അവസാനത്തെ റിസോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ചെന്നൈ ഹൈക്കോടതിയിൽ പോകുന്നത്. ആ വിധി ഒരർത്ഥത്തിൽ നമുക്ക് പലതരത്തിൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതരത്തിൽ അഴിമതിവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിൽ അത് ദുർബലമായിട്ടുണ്ട്. പക്ഷെ ചില സന്ദർഭത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഉണർവുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബൽക്കീസ് ബാനുവിൻ്റെ കേസിലെ വിധി നമുക്കൊക്കെ തന്നിട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രത്യാശയുണ്ട് അല്ലേ. 14 പേരെ കൊന്ന ഒരു സ്ത്രീയെ നിരവധി തവണ ബലാത്സംഗം ചെയ്ത ആൾ കോടതി ശിക്ഷിച്ചിട്ട് 4-ാം ദിവസം പുറത്തിറങ്ങി നടക്കുകയാണ്.
4-ാം ദിവസം പുറത്തിറങ്ങി നടക്കുക മാത്രമല്ല, സ്റ്റേറ്റ് പറയുന്നു, ഈ ശിക്ഷ കൊടുത്ത സ്റ്റേറ്റ് പറയുന്നു അവർ ഹീറോസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പോയിട്ട് മാലയിടുന്നു. അവർക്ക് ഇപ്പോൾ പെരുമാൾ മുരുകന് കൊടുത്ത പോലെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് അംഗീകാരങ്ങൾ കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന വിധി നമുക്കൊക്കെ വലിയ ആശ്വാസം തന്ന പോലെ തന്നെയാണ് ഈ കേസിൽ സഞ്ജയ് കിഷൻ കൗളിൻ്റെ വിധി എന്ന് പറയുന്നത്. വായിച്ച് പഠിക്കേണ്ടതാണ്. അതിൽ ആദ്യത്തെ വാചകം തന്നെ നമ്മളെ സ്വതന്ത്രമാക്കും. ആദ്യത്തെ വാചകം വോൾട്ടേറ വാചകമാണ്. വോൾട്ടേറ വാചകം പറയുന്നത്, നിങ്ങളോട് വിയോജിക്കാനോ അല്ലെങ്കിൽ എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടുന്നതാണ് വിധിയുടെ ആദ്യ വാചകം. എന്ന് പറഞ്ഞാൽ എന്നോട് യോജിക്കാനല്ല, എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറയുന്ന വാചകത്തിലാണ് തുടങ്ങുന്നത്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പുസ്തകം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കീറി കളഞ്ഞോ, നിങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചാണെങ്കിൽ നിങ്ങളത് കത്തിച്ച് കളഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ അതിനെപ്പറ്റി മോശം ആയി പറഞ്ഞ് നടന്നോ, നിങ്ങളതിനെ ഖണ്ഡിച്ചോ, നിരൂപണം എഴുതിക്കോ, ഖണ്ഡന നിരൂപണം എഴുതിക്കോ, അതിൻ്റെ ഗുണമില്ലായ്മ വ്യക്തമാക്കിക്കോ, പക്ഷേ നിരോധിക്കാൻ ആവശ്യപ്പെടരുത്. അത് നിങ്ങളുടെ കാര്യമല്ല. അതൊരു സ്റ്റേറ്റ് ഒരു പൗരനും പൗരയ്ക്കും നൽകുന്ന വലിയ അവകാശമാണ് ഈ ആവിഷ്കാരത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ നമ്മൾ പാടില്ല. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് അതിനോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാം, അതിനെ എതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ നിരോധനം എന്ന് പറയുന്ന ഒരു സംഗതി പറയരുതെന്ന് പറയുന്നത് വലിയ വിധിയാണ്. ഇതാണ് മീശയുടെ വിധിയിലും വന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ പ്രത്യാശയുടെ കിരണങ്ങൾ തരുന്ന ചില വിധികളെങ്കിലും നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഉത്തരേ ഉള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശക്തിയാണത്, നമ്മുടെ ഭരണഘടനയുടെ ശക്തിയാണിത്. ഈ ഭരണഘടനയുടെ ശക്തി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്. ഇപ്പം ആഫ്രിക്കയിലെ ഏഷ്യയിലെയും രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമാവുന്നത് ഇന്ത്യ സ്വതന്ത്രമാവുന്ന അതേ കാലഘട്ടത്തിലാണ്. കൊളോണിയലിസത്തിൽ നിന്ന് ഈ രാജ്യങ്ങളൊക്കെ മോചിതമാവുന്നത് ആ കാലത്തായിരുന്നു. ഇപ്പോൾ കെനിയ ആ സമയത്ത് സ്വതന്ത്രമായതാണ്, ഘാന ആ സമയത്ത് സ്വതന്ത്രമായതാണ്. നമ്മുടെ തൊട്ട് താഴെ ഭൂപടത്തിൽ നമ്മുടെ തൊട്ട് താഴെ കിടക്കുന്ന സിലോൺ അത് ആ സമയത്ത് സ്വതന്ത്രമായതാണ്. അല്ലെങ്കിൽ മലേഷ്യ ആ സമയത്ത് സ്വതന്ത്രമായ രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, അവരൊക്കെ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി സമീപിച്ചത് അവരെ വിട്ടുപോകുന്ന സാമ്രാജ്യത്വ ശക്തികളെയാണ്. മിക്കവാറും ബ്രിട്ടനായിരുന്നു ഇതൊക്കെ ഭരിച്ചിരുന്നത്. അവർ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം യുദ്ധം ചെയ്തു, ഞങ്ങൾ നിങ്ങളോട് പൊരുതി, വളരെ വർഷങ്ങൾ പൊരുതി, പക്ഷേ നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്തു തരണം, ഞങ്ങൾക്ക് ഭരിച്ച് പരിചയമില്ല, ഞങ്ങൾ സമരപാതയിലായിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഭരണത്തിൽ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത്രകാലം ഭരിച്ച പരിചയം വെച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഘാനയിലെ ഭരണഘടന ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്, കെനിയയിലെ ഭരണഘടന അന്നുണ്ടായിരുന്ന ഭരണഘടന ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ്, നമ്മുടെ സിലോണിലെ ഭരണഘടന ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമ്മളിരുന്നുണ്ടാക്കിയതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അസംബ്ലി ഉണ്ടാക്കിയിട്ട് നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമ്മൾ. ചെറിയ കാര്യമല്ല. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊപ്പം ഉണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ഉണ്ടായി. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടും ഒരർത്ഥത്തിൽ ഒരു മതാത്മക രാജ്യങ്ങളാണെന്ന് പറയാം. അതേസമയം ജനാധിപത്യ രാജ്യങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മതക്കാർക്കും ആണ് അവിടെ വലിയ ഡോമിനൻസ് ഉള്ളത്. ഇപ്പോൾ ഇസ്രായേലാണെങ്കിൽ ജൂതന്മാരാണ്, പാകിസ്ഥാനിലാണ് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ വൈവിധ്യങ്ങൾ അത്രയില്ല ഈ രണ്ട് സ്ഥലത്തും. മതം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൻ്റെ പുറത്ത് കുറേ ആൾക്കാരെ മെജോറിറ്റീനെ ഒരുമിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ പോലത്തെ പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളാകും അത് എന്നായിരുന്നു ധാരണ. ഇവിടെ രണ്ടിടത്തും ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടി പിരിഞ്ഞുപോയി.
സമവായത്തിലെത്തിയില്ല. സമവായത്തിലെത്താതെ പിരിഞ്ഞുപോയി. പാകിസ്ഥാനിലും ഇസ്രായേലിലും ഒരു ഭരണഘടന തുടക്കത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്കാർ നമ്മൾ ഭരണഘടന ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഭരണഘടന വലിയ തരത്തിൽ നമ്മളുടെ രീതിയിൽ നമ്മളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അത് ഉണ്ടാക്കുകയും ചെയ്തു. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. കാരണം ഭരണഘടന മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ സ്റ്റേറ്റിൻ്റെ, ഇന്നത്തെ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം നമുക്ക് എന്താണെന്ന് അറിയണം. നമ്മളെ ഒരു രാജാവ് പോലെയല്ല യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കേണ്ടത്. രാജാവ് പോലെയല്ല, രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്. ഈ ജനാധിപത്യ ഭരണത്തിൽ എന്ത് അവകാശം നമുക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ, ആ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊരുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രധാനമന്ത്രിക്ക് ഒന്ന് തോന്നി, അത് വിളിച്ചു പറഞ്ഞു. അത് നമ്മൾ കണ്ടതല്ലേ നോട്ട് നിരോധനത്തിലൊക്കെ. ആ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വെളിപാടുണ്ടായതുപോലെ ഇത് ചെയ്യുന്നു. ഇത് മുഴുവൻ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. നമ്മൾ ക്യൂ നിൽക്കുന്നു, നമ്മൾ ഈ പറയുന്ന നോട്ടും പിടിച്ചിട്ട് ക്യൂ നിൽക്കുന്നു, മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അടിമകളായിട്ട് തീരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വതന്ത്ര ബുദ്ധി എന്ന് പറയുന്നതേ പോവും. ഈ സ്വതന്ത്ര ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, 500 കിലോമീറ്റർ പിന്നിട്ടാൽ, ഒരു സ്ഥലത്ത് 500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മളുടെ രാജ്യത്തിൽ വേഷം മാറും. പുതിയ വേഷം നമുക്ക് കാണാൻ പറ്റും, പുതിയ ഭാഷ നമുക്ക് കാണാൻ പറ്റും, പുതിയ ഭക്ഷണ രീതി നമുക്ക് കാണാൻ പറ്റും, പുതിയ ആരാധനാ രീതി നമുക്ക് കാണാൻ പറ്റും. ഇത്രമാത്രം വൈവിധ്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഭരണഘടനയിൽ ഒരു കെട്ടുറപ്പുണ്ടാക്കിയത്. അത് ചെറിയ കാര്യമല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അന്ന് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ സ്വത്വം വേണമായിരുന്നു, പുതിയ ഒരു വ്യക്തിത്വം വേണമായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളെന്ന് വന്ന മനുഷ്യരാണ്, പുതിയ ലോകത്തിന് വേണ്ടി കൊതിച്ച മനുഷ്യരാണ്. പുതിയ ലോകത്ത് പാർക്കണമെങ്കിൽ പുതിയ വ്യക്തിത്വം വേണം. ഈ പുതിയ വ്യക്തിത്വത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് പോയി, ഭരണഘടനയുടെ ഒരു നിർമ്മാണത്തിലേക്ക് പോയി. ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരു വലിയ ഒരാൾ വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇത്തരം സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സാധാരണ ഇപ്പം ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ പൂന പാക്ട് നമ്മൾ പറയും. പൂന പാക്റ്റിൽ ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള തർക്കം പറയും, അതിലേക്ക് നമ്മൾ പോവും. അല്ലെങ്കിൽ ആ സമയത്ത് നെഹ്റുവും ഗാന്ധിയൊക്കെ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസത്തിലേക്ക് പോകും. അല്ലെങ്കിൽ അന്നത്തെ നേതാക്കളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് പോകും. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് പോകും. ഇതൊക്കെ ഇപ്പം നമുക്ക് പോവാം. എപ്പോൾ പോവാം? നമ്മളൊരു ജനാധിപത്യത്തിൽ വസിക്കുകയാണെങ്കിൽ. ഇപ്പോൾ യഥാർത്ഥത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയുടെ സ്പിരിറ്റിനെ അട്ടിമറിക്കുന്ന ഒരു ഫാസിസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് ഒരു സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഈ സ്പിരിറ്റിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുറച്ചു കൂട്ടം മനുഷ്യരെന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ പിളർപ്പ് കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1930 ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ നമ്മൾ 1930 പോയി നമ്മൾ ഗാന്ധിക്കൊപ്പം നിൽക്കണോ അംബേദ്കർക്കൊപ്പം നിൽക്കണോ എന്ന് ചോദിക്കേണ്ട പ്രശ്നമില്ല. നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ആ ചരിത്രം പഠിക്കുമ്പോൾ അവർ തമ്മിൽ ധാരാളം കൊടുക്കൽ വാങ്ങലുണ്ടായിട്ടുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുണ്ടായപ്പോൾ DR നാഗരാജനെ പോലെയൊക്കെയുള്ള മനുഷ്യർ വലിയ വർക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ 30 ഈ വലിയ തരത്തിലുള്ള സംവാദത്തിന് ശേഷം ഗാന്ധിയുടെ ജീവിതത്തിൽ അംബേദ്കർ എന്ത് മാറ്റം വരുത്തി, അംബേദ്കറുടെ ജീവിതത്തിൽ ഗാന്ധി എന്ത് മാറ്റം വരുത്തി എന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ സംവാദത്തിൽ ഏർപ്പെടുന്നത് എന്തിനാ? നമ്മുടെ ഒരു പക്ഷം ഞാൻ ഒരു വാദം പറഞ്ഞു, നിങ്ങളൊരു വാദം പറഞ്ഞു, ഇത് പറഞ്ഞ് നമ്മൾ ഈ ന്യൂസ് നൈറ്റുകളിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് പിരിയുന്നു. ഞാൻ അവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ നിൽക്കുന്നു. പിന്നെ എന്ത് സംവാദം? ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനാണ്, കൂടുതൽ നല്ല അവസ്ഥയിലേക്ക് നമ്മൾ പോവാനാണ്. അപ്പം ആ സമയത്തെ സംവാദങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് കാണാൻ പറ്റും. അവരൊക്കെ തമ്മിൽ വലിയ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ടാഗോറും ഗാന്ധിയും തമ്മിലുള്ള വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ ചെറുതല്ല.
ഒരിക്കൽ ഈ പ്രത്യേകിച്ച് ഈ ദേശീയതയൊക്കെ സംബന്ധിച്ച കാര്യത്തിൽ വലിയ വ്യത്യാസം അവർ തമ്മിലുണ്ടായിരുന്നു. ശാന്തിനികേതനിൽ അമർത്യാസൻ തന്നെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ശാന്തിനികേതനിൽ ഒരു ബാച്ച് ഒരു ആദ്യത്തെ ബാച്ചോ രണ്ടാമത്തെ ബാച്ചോ അങ്ങോട്ട് പുറമേക്ക് പോവുകയാണ് അവരുടെ ആ ഈ പുറത്തു പോകുന്ന ചടങ്ങ് ബിരുദദാന ചടങ്ങ് നടത്തുകയാണ്. ബിരുദദാന ചടങ്ങ് നടത്തുമ്പോൾ ഗാന്ധിയായിരുന്നു മുഖ്യാതിഥി. ഗാന്ധിയുടെ അടുത്ത് ഒരു കുട്ടി അന്ന് അവിടെ പഠിക്കുന്ന കുട്ടി ഒരു ഓട്ടോഗ്രാഫ് കൊണ്ടു ചെല്ലും. ഓട്ടോഗ്രാഫ് കൊണ്ടു ചെന്ന് ഗാന്ധിയോട് പറയും, ഒന്ന് എഴുതി തരാൻ പറയും. അപ്പോൾ ഗാന്ധി കുറേ നേരം ആലോചിച്ചിട്ട് എഴുതും, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് 1,00,000 തവണ ആലോചിക്കണം. അത്രയും ആലോചിക്കണം. അത്ര ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങരുത്. ആ വാക്ക് പാലിക്കണം. തല പോയാലും പാലിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഓട്ടോഗ്രാഫിൽ ഗാന്ധി എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഗാന്ധി എഴുതി, കുട്ടിക്ക് സന്തോഷമായി. അപ്പുറത്ത് തന്നെ ടാഗോർ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ വേദിയിൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് തന്നെ ടാഗോർ ഇരിക്കുന്നുണ്ട്. ടാഗോറിൻ്റെ അടുത്ത് ഈ ഓട്ടോഗ്രാഫ് കൊണ്ടു ചെല്ലും. ടാഗോർ ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ മുമ്പ് എഴുതിയ ആളുകളൊക്കെ എഴുതിയത് എന്താണെന്ന് വായിച്ചു നോക്കും. അപ്പോൾ ഗാന്ധി എഴുതിയത് കണ്ടു. ഉടൻ ഒരു ആലോചനയും കൂടാതെ ടാഗോർ അടുത്ത പേജിൽ എഴുതും, നിങ്ങൾ ഒരു വാക്ക് ഒരാൾക്ക് 1,00,000 2,00,000 തവണ ആലോചിച്ചിട്ട് കൊടുത്താൽ പോലും അത് തെറ്റാണെന്ന് മനസ്സിലായി ഉടൻ അതിൽ നിന്ന് പിന്മാറുക. ഇതാണ് ടാഗോർ എഴുതി വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന 2 മനുഷ്യർ തമ്മിൽ ഒരു കാര്യത്തിൽ വലിയ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഈ 2 നിലപാടും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗാന്ധിയുടെ അഭിപ്രായം ശരിയല്ലേ, നമ്മളൊരു കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ പലതവണ ആലോചിക്കുന്നു. ഈ തീരുമാനം എടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു, നാളെ കാലത്ത് നമ്മുടെ നിലപാട് മാറിക്കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല. അതേസമയം ടാഗോർ പറഞ്ഞത് ശരിയാണ്. 1,00,000 തവണ ആലോചിച്ചു, 2,00,000 തവണ ആലോചിച്ചു, നമ്മളെടുത്ത തീരുമാനം അത് അട്ടർ ഫെയിലിയറാണ്, അട്ടർ ഫ്ലോപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ പിന്മാറും. ഇതും ശരിയാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം സത്യം പലതെന്ന് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്ന പോലെയാണ്. അങ്ങനെ പല സത്യങ്ങളുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയി നമുക്കൊരു പുതിയ വ്യക്തിത്വത്തിനും പുതിയ പൗരത്വത്തിനും പുതിയ സ്വാതന്ത്ര്യത്തിനും വേണ്ടി കൊതിച്ചിട്ട് അവിടെ നിന്നുണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന. ഈ ശബരിമല വിധി വന്നപ്പോൾ അതിൽ വലിയൊരു നിരീക്ഷണം DY ചന്ദ്രചൂഡിൻ്റെ നിരീക്ഷണമാണ്. അത് ശബരിമല വിധിയുടെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ അത് ആരും ശ്രദ്ധിക്കാതെ പോയി. ശബരിമല വിധി തന്നെ യഥാർത്ഥത്തിൽ വായിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് മുഴുവൻ ഈ പറഞ്ഞ പോലെ തിരുച്ചെന്തൂരിൽ ഈ പെരുമാൾ മുരുകൻ്റെ കേസിൽ കത്തിച്ച പോലെ അവർ വലിയ സെൻസേഷണലായിട്ട് കേരളത്തിലും ഇട്ട് കത്തിച്ച് ഒരു സുവർണാവസരമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഈ വിധിയൊന്നും ആരും ചർച്ച ചെയ്തില്ല. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 2 ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്, ഒരൊറ്റ ദൗത്യമല്ല. ആദ്യത്തെ ദൗത്യം സ്വാഭാവികമായിട്ട് വിദേശികൾ പോകുന്നു, വൈദേശിക ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നു. നമ്മൾ മുക്തരാകുമ്പോൾ നമ്മുടേതായ സ്ഥാപനങ്ങൾ വേണം. ഇത്രയും നാൾ കൊളോണിയൽ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, കൊളോണിയൽ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു, അവരുടെ ഒരു ജുഡീഷ്യറി ഉണ്ടായിരുന്നു, അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അവരുടെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇത് പോവാണ്. ഇത് പോകുമ്പോൾ വൈദേശിക ഭരണത്തിനെതിരായി നമ്മൾ പൊരുതിയതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ജുഡീഷ്യറി വേണം, നമ്മുടെ ലെജിസ്ലേറ്റീവ് വേണം, നമ്മുടെ എക്സിക്യൂട്ടീവ് വേണം, നമ്മുടേതായിട്ടുള്ള ഒരു ജീവിത രീതി തന്നെ നിർവചിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള സാധ്യത പൗരർക്ക് കിട്ടണം. ഇതാണ് ആദ്യത്തെ. എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷന് പകരം നമ്മുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരിക. ഇതാണ് ആദ്യത്തെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വൈദേശികരൊന്നുമല്ല ഉത്തരവാദികൾ. നമ്മുടെ സമൂഹഘടന, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒരു സമൂഹഘടന എന്ന് പറയുന്നത് അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് ഇതുവരെ ഈ നിമിഷം വരെ മനുഷ്യാവകാശം എന്തെന്ന് അറിഞ്ഞുകൂടാ. അവർക്കറിയില്ല. അവർ ജനിച്ചു വീഴുന്നത് ഈ ജാതി വ്യവസ്ഥയിലാണ്. അവർ കാണുന്നത് അവരുടെ അച്ഛനും അവരുടെ അപ്പൂപ്പനും അവരുടെ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, പലപ്പോഴും പട്ടിണിയാണ്, അർദ്ധപട്ടിണിയാണ്,
പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിരത്തിൽ, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നിരത്തിലിറങ്ങി നടക്കാൻ പറ്റില്ല, സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ വിധി. ഇതൊക്കെ വിധിയാണ്. വിധി എന്ന് പറയുന്ന വാക്ക് എടുത്ത് മാറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് വ്യാപിപ്പിച്ചു, മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശം ഇന്ത്യയിലെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായി ജാതി വ്യവസ്ഥയുടെയും അതുപോലെയുള്ള പലതരത്തിലുള്ള ഈ ശ്രേണീകൃതമായിട്ടുള്ള ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമായി, സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി മനുഷ്യാവകാശം എന്ന് കേൾക്കാത്ത മനുഷ്യർക്ക് മനുഷ്യാവകാശത്തിൻ്റെ വെളിച്ചെത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദൗത്യം. ഈ രണ്ട് ദൗത്യവും വലിയ ചർച്ച നടക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇന്ത്യയിൽ അംബേദ്കറെ പോലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ മഹാത്മാ ഫൂലെയെ പോലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകരെ നമ്മൾ വിളിക്കുന്ന മനുഷ്യർ, അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ സമൂഹത്തിൽ ഒരു വലിയ ചലനാത്മകത സൃഷ്ടിക്കാൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ഗവൺമെൻറ് ക്ഷേത്രം തുറന്നു കൊടുത്തു പറയും. ആ ക്ഷേത്രം തുറക്കുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു സേഫ്റ്റി വാൽവ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ വഴി നടക്കാൻ അവകാശം കൊടുക്കുന്നു. സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടൊരു പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെയും കൂടി പേടിയുള്ളതുകൊണ്ട് അവർ തുറന്നു കൊടുക്കുന്നു. അല്ലാതെ സ്റ്റേറ്റ് പൗരർക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ആ തരത്തിൽ പ്രദാനം ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് നൽകുന്നത്, ഈ ഭരണഘടനയാണ് നൽകുന്നത്. അങ്ങനെ ഈ രണ്ട് ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് ദൗത്യം ഇപ്പം എന്താ പറയുക, ഈ കടക്കൽ വെച്ച് വെട്ടിക്കളയുന്ന തരത്തിലാണ് ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയം എങ്ങനെയാണോ ഇന്ത്യയിൽ വിടർന്നു വന്നത്, അത് അതേ മട്ടിൽ അതിനെ വറ്റിച്ച് കളയുന്ന, അതിൻ്റെ കണിക പോലും അവശേഷിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് വലിയ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ കേരള സമൂഹത്തിൽ വലിയ തരത്തിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രഗതികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ വലിയ വർഷങ്ങളുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിയ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ അടിത്തറ, സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത് ചെറുതല്ല. അത് തന്നിട്ടുള്ള അഭിമാനബോധമുണ്ട്, അത് തന്നിട്ടുള്ള അവകാശബോധമൊക്കെ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ നമ്മളുടെ മനസ്സിൽ അതിനൊക്കെ കൊടുത്തിരുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുടുംബ വീട്ടിൽ, ഇതിലെ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ അവരുടെ കുടുംബ വീട്ടുകളിലെ വാട്സാപ്പ് മാത്രം ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പ് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു ജ്ഞാനം ഞാൻ ആദ്യമേ പങ്കുവയ്ക്കട്ടെ. എന്ന് പറഞ്ഞാൽ പുറമേക്ക് നോക്കുമ്പോൾ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള പലതരത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യരാണ്. ആ വിശ്വാസം പുറത്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വളരെ ചെറിയൊരു ഗ്രൂപ്പ് മാത്രമേ ഈ പറയുന്ന RSSകാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ RSSകാരാണ് നിരന്തരമായിട്ട് ഈ സന്ദേശം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശം എന്ന് പറയുന്നത് ഈ ഔറംഗസീബ് ഇത്ര ഹിന്ദുക്കളെ കൊന്നു, അല്ലെങ്കിൽ അക്ബർ ഇന്ന നികുതി ചുമത്തി എന്ന് പറഞ്ഞാൽ പകുതി നുണയും മുഴുവൻ നുണയും ഒക്കെ ആയിട്ടുള്ള സന്ദേശങ്ങൾ. ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 2014 മോഡി വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട്. അവരാണ് ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് സെല്ലുണ്ടാക്കുന്നത്. സ്വാതി ചതുർവേദിയുടെ ഒരു നല്ല പുസ്തകം ഉണ്ട്, ഐ ആം നോട്ട് എ ട്രോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ സ്വാതി ചതുർവേദി എന്ന് പറയുന്ന സ്ത്രീ IT മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവർ ഇന്ത്യയിൽ തിരിഞ്ഞു നോക്കി, അമേരിക്കയിലൊക്കെ പോയി പണിയെടുക്കുന്നു. ഇന്ത്യയിൽ നോക്കുമ്പോൾ അന്ന് 2ാം UPA ഗവൺമെൻറ്റാണ്.
അവരെന്നും പത്രം നോക്കുമ്പോൾ ഈ അഴിമതിയിൽ അങ്ങേത്തല ആ അഴിമതി മാത്രം നിറഞ്ഞൊരു ഭരണകൂടമായിട്ടത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കാകെ ഈ പറയുന്നു, ഞാൻ ഇത്ര പഠിച്ചു, എനിക്ക് ഇത്ര ടെക്നോളജി അറിയാം, എന്നിട്ട് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് അവർ സാത്മപ്രചോദിതയായിട്ട് ഇന്ത്യയിൽ വരികയാണ്. എനിക്ക് എന്തെങ്കിലും അഴിമതിക്കെതിരെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അണ്ണാ ഹസാരെയുടെ ആ സമയത്ത് അഴിമതി സമരമൊക്കെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ RSSും BJPയും കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. BJPയും കൂടി പിടിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം ചെയ്യുന്നത് ഇവരെ ഉപയോഗിച്ചിട്ട് അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം എന്നുള്ള വ്യാജേന ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ മുഴുവൻ, അന്ന് ഇന്നത്തെ പോലെ ഈ സാങ്കേതിക സാക്ഷരത കുറവാണ്, ഇന്നത്തെ അത്ര ഇല്ല, ഇത്ര മൊബൈൽ ഫോണില്ല, ഇത്ര തരത്തിലുള്ള ഗാഡ്ജറ്റുകളൊന്നും നമ്മുടെ കയ്യിലില്ല, പക്ഷെ ഉള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ നോക്കുമ്പോൾ 2 വർഷം ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് അവർ വളണ്ടിയർലി ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഈ 2 UPA ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചാലേ ഇന്ത്യ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലൊരു മെസ്സേജ് എത്തുകയാണ്. ആ മെസ്സേജ് വായിച്ചു നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ അക്ബർ ജഹാംഗീർ അത് ചെയ്തു, ശിവാജി ഹിന്ദു സൈന്യത്തിന് വേണ്ടി തിരിച്ചടിച്ചു, ഈ തരത്തിലുള്ളൊരു കഥയാണത്. ഇവർക്ക് കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ ആ തലവനോട് പറഞ്ഞു, ഇത് തെറ്റാണല്ലോ, ഇത് ശരിയല്ലല്ലോ, നമ്മൾ ഒന്നാമത് അതിനു വേണ്ടിയിട്ടല്ല എന്നെപ്പോലുള്ള ആൾക്കാർ വന്നിട്ടുള്ളത്, നമ്മൾ അഴിമതിക്കെതിരെ യുദ്ധം നടത്താനാണ് വന്നിട്ടുള്ളത്. ഒന്ന്, അവിടെ ഇത് ആവശ്യമില്ല. രണ്ടാമത്തത് ഈ സംഗതി മൊത്തം തെറ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കൊരു തിയറി ഉണ്ട്, ഞങ്ങൾ കുറേ കാലം അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 100% തെറ്റായ മെസ്സേജസ് നിങ്ങളുടെ കയ്യിൽ കൂടെ, എന്ന് പറഞ്ഞാൽ ടെക്കികളുടെ കയ്യിൽ കൂടെ ഒരു സമയത്ത് പരത്തി കഴിഞ്ഞാൽ അത് 100% നുണയാണെന്ന് അറിഞ്ഞാൽ പോലും അത് തിരുത്തണമെങ്കിൽ ചുരുങ്ങിയത് 48 മണിക്കൂർ വേണം. അത്ര വ്യാപിപ്പിക്കുകയാണ്. അത്ര വ്യാപിപ്പിച്ചിട്ട് തെറ്റാണെന്ന് ഒരാൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ രക്തം തിളച്ചു, ഉടൻ അയാൾ ഒരു 100 ആൾക്ക് വിട്ടു, ആ 100 ആൾ 1000 പേർക്ക് വിട്ടു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കവറപ്പ് ചെയ്യണമെങ്കിൽ 48 മണിക്കൂർ അന്നത്തെ കണക്ക്, അന്നത്തെ ഗാഡ്ജറ്റുകളെ കണക്ക് വെച്ചിട്ട് ചുരുങ്ങിയത് വേണം. ഇനി 25% സത്യം അതിൽ കയറ്റിന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ചില വസ്തുതകൾ ഇത് അടുത്തൊരു മെസ്സേജ് വന്നു, ഔറംഗസീബ് മരിക്കുമ്പോൾ പറഞ്ഞത്രേ, ഞാൻ ശിവജിയെ കാണുകയാണെങ്കിൽ മാപ്പ് ചോദിക്കണം, കാരണം ശിവജിയോട് യുദ്ധം ചെയ്യുക, ഒരു ഹിന്ദു രാജാവിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന തെറ്റ് എനിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരിക. ശിവജി മരിച്ചിട്ട് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. ഇത് കണ്ട വഴിക്ക് രക്തം തിളച്ച് വിടും പോയി. ഇത് നമ്മളിത് പറഞ്ഞ് എത്തിക്കുമ്പോൾ ഈ കൊല്ലം ശിവജി മരിച്ചത് ഇത്രയിലാണ്, ഔറംഗസീബ് മരിച്ചതാണ്, ഇത് നോക്കുകയാണെങ്കിൽ 30 വർഷം, ഏതാണ്ട് 30 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് എത്തുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞു. അപ്പോൾ ഇവരോട് പറയാണ്, അതിൽ 25% സത്യം ഉണ്ടെങ്കിൽ ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് അതിൻ്റെ 4 ഇരട്ടിയും. കാരണം ഈ 25% സത്യമാണല്ലോ എന്ന് പറഞ്ഞു നിൽക്കാം. 50% സത്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെന്ന് പറയുന്നത് 1 മാസമൊക്കെയാവും. 1 മാസമൊക്കെ അത് കൂളായിട്ട് ഓടിക്കൊള്ളും. ഈ കൂളായിട്ട് ഓടുന്നു എന്ന് പറയുന്നത് ഈ പ്രവർത്തകരുടെ ഇടയ്ക്കല്ല, മറിച്ച് ഈ ഹിന്ദു മിഡിൽ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്, അതിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ഈ പറയുന്ന വാട്സാപ്പിൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഇത് വരുമ്പോൾ ആദ്യം എല്ലാവരും കൂടി ചാടി വീഴും. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇത് തെറ്റാണെന്ന് പറയാൻ ഭയങ്കര ആവേശമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആവേശം തടുത്തു. അവരുടെ ആവേശം തടുത്തിട്ടില്ല കേട്ടോ. അവർ ഒരു മെസ്സേജിന് പകരം 4 മെസ്സേജാക്കി. അവിടെ തണുത്തിട്ടില്ല, നമ്മുടെ ആവേശം തണുത്തു. നമ്മുടെ ആവേശം തണുത്തപ്പോൾ വീണ്ടും ഈ മെസ്സേജുകൾ പല രീതിയിലുള്ള വരുന്നു. അപ്പോൾ ചിലർ, ഈ പറയുന്ന ജനാധിപത്യ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പലരും, ഇത് വളരെ സ്വകാര്യമാണല്ലോ, കുടുംബാംഗങ്ങൾ മാത്രമല്ലോ, ഈ പറയുന്നതൊക്കെ തെറ്റാണെങ്കിലും കുറച്ച് ശരിയുണ്ട്, മെജോറിറ്റി തെറ്റാണതില്ലേ, പക്ഷെ കുറച്ച് ശരിയുണ്ടെന്ന് പറയുന്ന അടുത്തേക്ക് എത്തുന്നു. പിന്നെ 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുകിൽ സൈലൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ശരി വയ്ക്കുന്ന തരത്തിലുള്ള വ്യംഗ്യ പ്രസ്താവനകൾ വരുന്നു.
ഈ പൊളിറ്റിക്സിനെയാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, സത്യാനന്തര രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിക്കുന്നു. നമ്മൾ 92 നമ്മുടെ മുമ്പിൽ വെച്ച്, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മന്ദിരം, ഒരു പള്ളി നമ്മുടെ മുമ്പിൽ വെച്ച് അടിച്ചു പൊളിച്ച് താഴ്ത്തിടുന്നു. നമ്മൾ മുഴുവൻ കണ്ടു കാണും. നമ്മളതിനെ മുഴുവൻ എതിർക്കുന്നു. പല തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളൊക്കെ വേദനിക്കുന്നു. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെതിരെയുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ പണിപ്പെടുന്നു. പലതരത്തിൽ ആൾക്കാർ പ്രവർത്തിക്കുന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താ? നമ്മുടെ ഉള്ളിൽ ഇത് തെറ്റാണ്, രാഷ്ട്രീയപരമായിട്ട് അങ്ങേയറ്റത്തെ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ അത് കോമ്പൻസേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസുണ്ട്, അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് വിധിക്കാനുള്ള ജുഡീഷ്യറി ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളുണ്ട്. അതിനുശേഷമുള്ള രാഷ്ട്രീയ കക്ഷികൾ നിരവധി തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായ മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളുടെ മുകളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? ഈ പള്ളി തകർത്തവർ ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 5-10 കൊല്ലം കഴിഞ്ഞ് ഇവർ കുറ്റക്കാരായി വിധിക്കപ്പെടുന്നതാണ് നമ്മൾ മുഴുവൻ ഉള്ളിലുള്ളത്. ഇത് വലിയ തരത്തിലുള്ള അക്രമമാണ്, അവർ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നു. പക്ഷെ നമ്മളുടെ വിശ്വാസം അതാണ്. എന്താ സംഭവിച്ചത്? ഈ 22-ാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ട്രൂത്ത് ക്ഷേത്രം നമ്മുടെ മുന്നിൽ വരിക. ആദ്യത്തെ സത്യാനന്തര ആരാധനാലയം ഇന്ത്യയിൽ വരാൻ പോവുക. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ വെച്ച് ഇത് മുഴുവൻ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓരോന്നിനും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തകർത്ത് തരിപ്പണാക്കി ഒരു കൂട്ടം ഹൂളിഗൻസ് വന്നിട്ട്, ഒരു കൂട്ടം ക്രിമിനലുകൾ വന്നിട്ട് കയ്യോടെ തകർത്ത് തരിപ്പണാക്കിയ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉയർന്നു. ഈ ക്ഷേത്രം ഉയരുന്നിടത്ത് ആരാ അത് കാർമ്മികത്വം പ്രധാനപ്പെട്ട കാർമ്മികനായിട്ട് വരുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി. ആരോ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് വരുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ഈ പറയുന്ന ഒരു തിരക്കഥയുടെ, ഈ പറയുന്ന ഒരു ദൃശ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എത്തിക്സിനെ പറ്റി സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. ഇരുൾ മൂടിയ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയിൽ ദൈനംദിനമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എവിടെയാണ് ഇതിനൊരു വരയ്ക്കുക? വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഇത് മുഴുവൻ വ്യാജമാണ്, ഇത് മുഴുവൻ പ്രൊപ്പഗൻഡയാണ്, ഇത് മുഴുവൻ നുണയാണ്. സത്യം പറഞ്ഞാൽ തകരുന്നതേ ഉള്ളൂ നുണ. പക്ഷേ നുണയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ വലിയ കാൽപ്പനികമായിട്ടുള്ള ആശയങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പറയും ഇത് ഫാസിസം ലോകത്തെങ്ങും തകർന്നിട്ടുണ്ട്, ഫാസിസം നോക്കുമ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മുസോളിനി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. നമുക്കതിൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വസ്തുതകൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വെറും 10-15 കൊല്ലം മാത്രം ഉണ്ടായിട്ടുള്ള പ്രതിഭാസമാണ്. മാക്സിമം 15 കൊല്ലം, അത്രയേ ഉള്ളൂ അവരുടെ ഒരു ഭരണകാലം എന്ന് പറയുന്നത്. മാത്രമല്ല അവർ യുദ്ധത്തിലാണ് പരാജയപ്പെട്ടത്. 2ാം ലോകയുദ്ധം എന്ന് പറയുന്നൊരു വലിയ തരത്തിലുള്ള രാഷ്ട്രങ്ങളൊക്കെ പങ്കെടുത്ത ഒരു യുദ്ധത്തിലാണ് അവർ പോയത്. നമ്മുടെ മുമ്പിലെ ഈ ഫാസിസം ഈ 2025 100 വർഷം തികയാണ് RSSന്. 100ാമത്തെ വർഷമാണ് 2025 വിജയദശമി ദിനം. അത് RSSൻ്റെ 100ാമത്തെ വർഷമാണ്. അതിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ടായ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന സവർക്കറുടെ പുസ്തകം ഉണ്ടായിട്ട് 2023 100 കഴിഞ്ഞു. ഇത് 101ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ ഉണ്ടായ ഫാസിസ്റ്റ് കക്ഷികളെക്കാളും വലിയ തരത്തിൽ പാരമ്പര്യമുള്ള ഒരു ഫാസിസത്തെയാണ് നമ്മൾ നേരിടുന്നത്.
രണ്ടാമത് നമ്മളത് നടത്തുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് സ്വയമേവ അറിയാൻ പറ്റും. നമ്മളിൽ അവശേഷിക്കുന്ന പ്രത്യാശയെ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്രയേ ഉള്ളൂ. നുണ പരാജയപ്പെടണം, സത്യം ജയിക്കണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇതാണ്. പക്ഷെ അത് കാൽപ്പനികമായിട്ടല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പം നാളെ രാവിലെ ഞാനിപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ നാളെ എനിക്ക് KLF പോകണം, അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിനെപ്പറ്റി സംസാരിക്കണം, അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ നാളെ കാലത്ത് ഞാൻ എണീറ്റ് വരുമ്പോൾ ഒരാൾ വന്ന് തലക്കടിച്ച് കൊല്ലുന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് വെറുതെ ഒരു മനുഷ്യൻ്റെ ഒരു ജൈവികമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് നമ്മളൊരു പ്രത്യേക സമൂഹത്തിൽ, മൂല്യങ്ങളുള്ള സമൂഹത്തിൽ ജനിച്ചു വന്നതിൻ്റെ ബാക്കിയാണത് ആ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഇൻറ്റീരിയർ ഡൊമൈൻ ഓഫ് സോവറിനിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ പരമാധികാരത്തിൻ്റെ ഇടം എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുമാണ്. നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നമുക്കൊരു വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പം ഈ പറയുന്ന മന്ദിരം ഉയരുന്നു എന്ന് ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു രോഷം വരണം. അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ തീരുമാനിക്കുക, അവർ നമുക്ക് ഇത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് വേണം നമുക്ക് രോഷം കൊള്ളാൻ നല്ല ഉള്ള വിചാരമല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടാക്കണം, നമ്മുടെ ഉള്ളിൽ ആ അവബോധം ഉണ്ടാക്കണം. ഈ അവബോധം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ നേരിടുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷിയുടെ അവബോധത്തെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും, അവിടെ നിന്ന് കളയേണ്ടി വരും. ആ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് നടന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവർ പുറത്തായി നിന്ന് വരാം, അല്ലെങ്കിൽ കുറച്ച് കാലം ഇവർ പുറത്തു നിന്നു വരാം. പക്ഷെ പിന്നീട് അവർ വരുന്നത് വലിയ ശക്തിയോടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല, മറിച്ച് നമ്മുടെയൊക്കെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ ചെളിയായിട്ട് വളരുന്ന, ചെളി നിറയ്ക്കുന്ന ഈ വലിയ ഫാസിസ്റ്റ് അവബോധത്തിനെ നേരിടണം. ഈ ഫാസിസ്റ്റ് അവബോധത്തിനെ നേരിടണമെങ്കിൽ നമുക്ക് മാനവികതയിൽ നിന്ന് കുറേ ആശയം എടുക്കേണ്ടി വരും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സംഗതികളുടെ എത്തിക്കലായിട്ടുള്ള മുഴുവൻ കാര്യവും കൊണ്ടുവരേണ്ടി വരും. എന്താണ് ഡെമോക്രസി എന്ന് ചോദിക്കേണ്ടി വരും, എന്താണ് സെക്യുലറിസം എന്ന് ചോദിക്കേണ്ടി വരും, പല ചോദ്യം ചോദിക്കേണ്ടി വരും. ജനുവരി 23 ഒരു കുറേ കൊല്ലം മുമ്പുള്ള ഒരു ജനുവരി 23 ആണ് ആദ്യമായിട്ട് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന പാട്ട് ഗാന്ധി തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥനാ സമ്മേളനത്തിൽ. ആ പാട്ട് ഗാന്ധിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന മനുവും ആഭയും, ഈ തോളിൽ കയറ്റി കിടക്കുന്ന 2 കുട്ടികളുണ്ടല്ലോ, അതിൽ മനു ബെന്നാണ് ഈ പാട്ട് ആദ്യമായിട്ട് പാടുന്നത്. നവഖാലിയിൽ നടക്കുകയായിരുന്നു. നവഖാലിയിൽ ഈ പറയുന്ന ചോരയും കണ്ണീരും നിറഞ്ഞ വഴികളിൽ കൂടെ തമ്മിലടിക്കുന്ന മനുഷ്യർക്കിടയിൽ കൂടെ നടക്കുമ്പോഴാണ് മനു ഈ പാട്ട് പാടുന്നത്. 3ാമത്തെ വരിയെത്തിയപ്പോൾ, ഈശ്വര അള്ളാ തേരേ നാം എന്ന് പറയുന്ന വരിയെത്തിയപ്പോൾ ഗാന്ധി നിന്നു. ഗാന്ധി നിന്നിട്ട് ഒന്നുകൂടി പാടാൻ പറഞ്ഞു. ഗാന്ധി പറഞ്ഞു, ഈ പാട്ട് ഇനി നീ ഇതാ എവിടെ നിന്ന് കേട്ടതാണ്? ഗാന്ധി എത്രയോ പ്രായമുള്ള മനുഷ്യനാണ്, 19 വയസ്സോ കണ്ടുള്ളൂ അന്ന് മനുവിന്. നീ എവിടെ നിന്ന് കേട്ടതാന്ന് ചോദിക്കും. മനു പറയും, ചെറുപ്പത്തിൽ എവിടെയോ എൻ്റെ നാട്ടിലെ ഈ പ്രണാമി വൈഷ്ണവരാണ് അവരൊക്കെ, ഈ പ്രണാമി വൈഷ്ണവരുടെ തന്നെ ഏതോ ഭജനപ്പാട്ടിൽ നിന്ന് കേട്ടതാന്ന് പറയും. ആ പാട്ടിൽ ഈ ഈശ്വർ അള്ളാ എന്ന് പറയുന്ന 2 നാമത്തിനെ കൂട്ടിയിണക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആർഎസ്കാരും ബാക്കി ആളുകളും ഹിന്ദു ഫാസിസ്റ്റുകളും പറഞ്ഞത് ഇത് ഗാന്ധി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും നിങ്ങളുടെ വാട്സാപ്പിൽ കാണാം, ഗാന്ധി രാമനെയും റഹീമിനെയും കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറയുന്നേക്കാം. അല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചുണ്ടാക്കിയതാണ്, അവരുടെ ജീവിത പരിചയത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അപ്പുറത്തുപ്പുറത്തുള്ള മനുഷ്യർ എത്രയോ വ്യത്യസ്തരായിരിക്കും, വലിയ വേറെ മതത്തിൽപ്പെട്ട ആളായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായി ഉയർച്ച താഴ്ചകളുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ജീവിച്ചിട്ടുണ്ടാക്കിയൊരു വലിയ വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ വാല്യൂ സിസ്റ്റം നഷ്ടപ്പെട്ടാൽ
ഭരണഘടനയിൽ എന്ത് സെക്യുലറിസം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ വാല്യൂ സിസ്റ്റം നഷ്ടപ്പെട്ടിട്ട് ഭരണഘടനയിൽ ഡെമോക്രസി ഉണ്ടെന്ന് എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇസ്രായേലിലെ ഭരണഘടനയിൽ ഡെമോക്രസിയൊക്കെ ഉണ്ട്, വലിയ തരത്തിൽ ഡെമോക്രസി. അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. എന്താ ജൂതർക്കിടയിൽ മാത്രം, അതിൻ്റെ അപ്പുറത്തെ ആൾക്കില്ല. ജൂതർക്കിടയിൽ ഡെമോക്രസി ഉണ്ട്, അപ്പുറത്തെ മെജോറിറ്റിക്കുള്ളിലുണ്ട്, മൈനോറിറ്റിക്കില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഒരു ഭരണഘടന പോലെ ഒരു ജീവിക്കുന്ന ഒരു ആശയം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവനും കൂടി പോകുന്നു എന്നാണ്, നമ്മുടെ ഉള്ളു കുറയുന്നു എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ പറയുന്ന സോവർണിറ്റിയെ സംബന്ധിച്ച പരമാധികാരത്തിൻ്റെ സ്ഥലം ചുരുങ്ങി വരുന്നു എന്നാണ്. നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്നത് അതിലെ ആ പരികൽപ്പനകളെ നിരന്തരം നവീകരിച്ചും ആധുനികമായിട്ടും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ അവബോധത്തെ നൈതികവൽക്കരിക്കുക എന്ന് പറയുന്ന, എത്തിക്കലാക്കി നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും ഒപ്പേ പോവുള്ളൂ, രണ്ടായിട്ട് പോവില്ല. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നാളെ കോഴിക്കോട് പോകണം, രാത്രി തൃശ്ശൂർ തിരിച്ചെത്തണം, 8:30-ക്കാണ് എൻ്റെ ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ ചില ചോദ്യങ്ങളും ചില സ്വയം ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ വെതറുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലുമൊക്കെ വിത്ത് പാറപ്പുറത്ത് വീഴാതെ മനസ്സിൽ വീണിട്ടുണ്ടെന്ന് യേശു പറയുന്ന പോലെ വിചാരിക്കുന്നു. അത് വളർത്തുക. നന്ദി.